ഓഗസ്റ്റ് 14 കോളേജുകളിൽ വിഭജന ഭീതി ദിനാചരണം ആചരിക്കണമെന്ന് കേരള സർവകലാശാല വിസിയുടെ നിർദ്ദേശം. ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വൈസ് ചാൻസലറുടെ നടപടി. വിഭജന ഭീതി ദിനാചരണം ഏത് ക്യാമ്പസിൽ നടത്തിയാലും തടയുമെന്ന് SFI അറിയിച്ചിട്ടുണ്ട്. ഹാൻസോണാണ് വിവരങ്ങൾ നൽകിയത്. ഹാൻസ്, ഗവർണർ വിസിമാർക്ക് നിർദ്ദേശം നൽകി, വിസികൾ വഴി കോളേജുകളിലേക്കും നടപടി. വിവരങ്ങൾ തീർച്ചയായും ചെയ്തു. ഈ ഗവർണറുടെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള മോഹനൻ കുന്നുമേലാണ് ഇപ്പോൾ സർവകലാശാലയ്ക്ക് കീഴിലുള്ള എല്ലാ കോളേജിലെ പ്രിൻസിപ്പാൾമാർക്കും ഇത്തരത്തിൽ സർക്കുലർ അയച്ചിരിക്കുന്നത്. സമാനമായിട്ടുള്ള ഈ ഗവർണർ സർവകലാശാല വിസിമാർക്ക് അയച്ചിരിക്കുന്ന നിർദ്ദേശത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള സർക്കുലറാണ് ഇപ്പോൾ കോളേജുകൾക്കും നൽകിയിരിക്കുന്നത്. ഈ സർക്കുലർ പ്രകാരം ഈ വരുന്ന ഓഗസ്റ്റ് 14 അഥവാ സ്വാതന്ത്ര്യദിനത്തിന് എല്ലാ സർവകലാശാലയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഇത്തരത്തിൽ വിഭജന ഭീതി ദിനമായി ആചരിക്കണം. ഇതിൻ്റെ ഭാഗമായി സെമിനാറുകളും ഡ്രാമകളും സംഘടിപ്പിക്കണം. കൂടാതെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി അവസാനിച്ചതിന് ശേഷം ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് സർവകലാശാല ആസ്ഥാനത്തേക്ക് അയക്കാനും ഇപ്പോൾ പ്രിൻസിപ്പാൾമാർക്ക് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡയറക്ടർ ഇൻചാർജായിട്ടുള്ള വിസിക്ക് വേണ്ടി ഡയറക്ടർ ഇൻചാർജായിട്ടുള്ള ബിജു വി ആണ് ഇത്തരത്തിൽ സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റൊരു സർവകലാശാലയായിട്ടുള്ള കണ്ണൂർ സർവകലാശാലയിൽ നിന്നും ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയതായിട്ട് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളും ഇത്തരത്തിൽ കോളേജുകൾക്ക് നിർദ്ദേശം അയക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ എല്ലാവരും ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ എല്ലാ കോളേജുകൾക്കും ഇത്തരത്തിൽ ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കുലറുകൾ എത്തിച്ചേരും. അതിൻ്റെ ഭാഗമായി തന്നെ സർവകലാശാലയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കാനാണ് നിലവിലെ നീക്കം. അതിനോടൊപ്പം തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്തും ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ വിസിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് തേടുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കേരള സർവകലാശാല ആസ്ഥാനത്തും ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. സേതു, ഹാൻസോണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.